ഇതാരാണെങ്കിൽ ഗ്രാനി നമ്മളെ പോലെ ഒരാളെ ഈ റൂമിൽ പിടിച്ചിട്ട് അങ്ങനെ ചത്തതാന്ന് തോന്നണ്. സോ ഹായ് ഗൈസ്, അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്കറിയാം ഗൈസ്, നമ്മൾ കുറേ നാളായി വീഡിയോ ഇട്ടിട്ട്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ്, എക്സാമും കാര്യങ്ങളൊക്കെ ആയിരുന്നു, ഓണം എക്സാമും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതേ ഓണം എക്സാമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഓണം എക്സാം കഴിഞ്ഞ് അപ്പോൾ തന്നെ വീട്ടിൽ വന്ന് നേരെ ബാഗും വെച്ചിട്ട് അപ്പോൾ തന്നെ വീഡിയോ എടുക്കുവാണ്. എനിക്കറിയാം ഗൈസ്, നമ്മൾ ഏകദേശം 2-3 ആഴ്ചയായി വീഡിയോ ഇട്ടിട്ട്. കൺസിസ്റ്റൻ്റായിട്ട് കുറേ നാളായി ഗൈസ്, കൺസിസ്റ്റൻ്റായിട്ട് മര്യാദക്കൊന്ന് ഡെയിലി വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഇന്ന് തൊട്ടൊന്ന് ഡെയിലി ഇടാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് ഗൈസ്. ഇപ്പം ഞാൻ ഈ റെക്കോർഡ് ചെയ്യണതും എൻ്റെ ഉമ്മയുടെ ഫോണിലാണ്. എൻ്റെ ഫോണിൽ ചെറിയൊരു കംപ്ലൈൻറ്റ് വന്നു ഗൈസ്, സ്പീക്കറിന്. അപ്പം ഞാനിങ്ങനെ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുമ്പോൾ എൻ്റെ ശബ്ദം ആ വീഡിയോൻ്റെ ഒപ്പം കേൾക്കണില്ല. എന്തൊക്കെയോ ഒരുമാതിരി ശബ്ദം ഇല്ലാത്ത പോലെയൊക്കെ കേൾക്കണം ഗൈസ്. എനിക്കാണെങ്കിൽ വീഡിയോ എടുക്കാനും പറ്റണില്ല, നമ്മൾ വ്ളോഗ് എടുക്കുമല്ലോ, അപ്പോഴും എൻ്റെ ശബ്ദമൊന്നും കേൾക്കണില്ല, വെറുതെ വീഡിയോ മാത്രം റെക്കോർഡ് ആവണുള്ളൂ. അപ്പോൾ എന്തായാലും ഒരു മൈക്ക് വാങ്ങിച്ചിട്ട് എൻ്റെ ഫോണിൽ വീഡിയോ എടുക്കാൻ വേണ്ടി ഇരിക്കണതാണ് ഗീസ്. അപ്പോൾ അതുവരെ നമ്മൾ എന്തായാലും അഡ്ജസ്റ്റ് ചെയ്ത് 2 ദിവസം അഡ്ജസ്റ്റ് ചെയ്ത് ഇതേപോലെ എൻ്റെ ഉമ്മയുടെ ഫോണിലൊക്കെ ആയിരിക്കും വീഡിയോ എടുക്കണത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഗ്രാനി 3 ആണ് കളിക്കാൻ പോണത്. അപ്പോൾ വീഡിയോയിലൊക്കെ കിടക്കുന്നതിന് മുമ്പ് ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് പ്ലേയും കാര്യങ്ങളൊക്കെ കൊടുക്കാം. നിങ്ങളെല്ലാവരും ഇത് ഓൾറെഡി കളിച്ചതായിരിക്കും ഈ ഗെയിം. പക്ഷേ ഞാൻ ഇതുവരെ ഈ ഗെയിം കളിച്ചിട്ടില്ല ഗൈസ്. ഞാൻ ആകെ ഗ്രാനി 1 മാത്രമേ കളിച്ചിട്ടുള്ളൂ, അത് കംപ്ലീറ്റ് ആക്കിയിട്ടുമില്ല. എൻ്റെ ചാനൽ എൻ്റെ ചാനലിൽ പക്ഷെ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അപ്പം നമുക്ക് എന്തായാലും പ്ലേ കൊടുക്കാം ഗൈസ്. ഞാൻ പ്ലേയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഗെയിം ഒന്ന് ലോഡ് ആവട്ടെ. അപ്പോൾ ഗൈസ് ഡേ 1 എന്നൊക്കെ എഴുതി കാണിക്കുന്നുണ്ട്. ഫസ്റ്റ് ഒരു കട്ട് സീൻ ഉണ്ടായിട്ടാ. അങ്ങനെ ഗൈസ് നമ്മളാണെങ്കിൽ ഉണ്ടല്ലോ ഗെയിമിലേക്കും കാര്യങ്ങളൊക്കെ കയറിയിട്ടുണ്ട്. ഞാൻ ഏതൊരു കൂടിൻ്റെ ഉള്ളിലാണ് പണ്ടാര സ്പോൺ അയക്കണത്. ലോക്ക് പിക്ക് എടാ, ഇത് വെച്ച് കുത്തി തുറക്കാൻ പറ്റും. സാധനം ഗൈസ് ഞാൻ അറിയാത്ത പോലെ അഭിനയിക്കുന്നുണ്ട്. ഞാൻ യൂട്യൂബിലൊക്കെ വീഡിയോ ഉണ്ടായിരുന്നു. അപ്പം ഇവിടെ എന്താണ് എനിക്ക് തോന്നണേ, ഇത് തുറക്കാനുള്ള താക്കോല് കണ്ടുപിടിക്കണം. എന്താണ് പാഡ് ലോക്ക് ചെയ്യുക. ഇവിടെ ഒരു തുളയുണ്ട്. നമുക്ക് അങ്ങോട്ട് പോണതിന് മുമ്പേ നമുക്ക് ഇവിടെ ഒരു ഇതെങ്ങനെ തുറക്കാൻ പറ്റുമോ? ഗേറ്റ് തുറക്കാൻ പറ്റുമോ? സ്കെൽട്ടൺ മാത്രമേ ഉള്ളൂ ഈ റൂമിൽ. ഇതാരാണെങ്കിൽ ഗ്രാനി നമ്മളെ പോലെ ഒരാളെ ഈ റൂമിൽ പിടിച്ചിട്ട് അങ്ങനെ ചത്തതാന്ന് തോന്നണ്. അവിടെ നമ്മുടെ അതേ റൂമല്ലേ എനിക്ക് തോന്നണേ. നമ്മളെപ്പോലെ തന്നെ ഒരാൾ ഇവിടെ പെട്ടുപോയിട്ട് വർഷങ്ങളായിട്ട് അയാൾ ഇവിടെ തന്നെ കിടക്കണേ ഫുഡ് കഴിക്കാണ്ട്. അങ്ങനെ അവിടെ ചാരി കിടന്ന് മരിച്ചതാന്ന് തോന്നുന്നു. എന്തായാലും നമുക്കിനി പൊക്കത്താണ് ഗ്രാനിയൊക്കെ ഉണ്ടാവണത്. എനിക്ക് അതിൻ്റെ നല്ല പേടിയുണ്ട്. ഗ്രാനി ഒന്നും ഒറ്റ മറ്റേ സ്ലെൻഡറിയ ഒന്നതിനാ പിന്നെയും കുഴപ്പമില്ല. തുറന്ന് ഞാൻ കയറിയിട്ടുണ്ട്. അയ്യോ ഞാൻ പറഞ്ഞില്ല മറ്റേ അയ്യോ എടാ എവിടെ പോയില്ലെങ്കിൽ ചാഞ്ചി അത്ര എനിക്ക് പറയാനുള്ളൂ. പോയിട്ടുണ്ടാവാനാണ് ചാൻസ്. പോയി തള്ള പേടിച്ച് കേസ്. അയ്യേ പേടി പോയി എടാ ഇതാണ് സീൻ കേസ്. നമുക്ക് ഇവിടെ വരാൻ പറ്റാത്തതിൻ്റെ സീൻ അതാണ്. നമ്മളൊന്ന് ഇവിടെ കയറുമ്പോൾ തന്നെ അവിടെ ഓട് നോക്കട്ടെ. ഇപ്രാവശ്യം റിയലായിട്ട് വരുന്നുണ്ട്. ഇവിടെ കയറി ഇവിടെ ഒളിച്ചിരുന്നു. ഞാനിത്തള വന്ന് പോയാൽ മതിയായിരുന്നു. വന്നിട്ട് എൻ്റെ ദൈവമേ, എനിക്ക് അവിടെ കയറാൻ പോലും പറ്റണില്ല. പിന്നെ ഞാൻ എങ്ങനെ അതിൻ്റെയൊക്കെ ഉള്ളിൽ കയറി സാധനങ്ങൾ എടുക്കും. ജസ്റ്റ് മിസ് കേസ്. ഇപ്പം ചത്താനേ കുഴപ്പമില്ല. നമുക്ക് എന്തെങ്കിലും ഇങ്ങോട്ടൊന്ന് പോയി നോക്കിയാലോ. തുറന്നു. സംതിങ് ഈസ് ബ്ലോക്ക്. അവിടെ വല്ലതും ബ്ലോക്കായി കിടക്കണായിരിക്കും. ഈ ക്ലാസ് ബ്രേക്ക് ചെയ്യാൻ എന്തെങ്കിലും നമുക്ക് കണ്ടുപിടിക്കണം. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യും. സാഗ് അതിൻ്റെ ഉള്ളിൽ വല്ലതൊക്കെ കിടപ്പുണ്ട് നൈസായിട്ട്. എടാ കീ കിട്ടി. അവനുണ്ട വെപ്പൺ കീ കിട്ടി. വെപ്പൺ കീ പക്ഷെ എവിടെ യൂസ് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. അതൊരു ശോകമാണ്. നമുക്ക് എന്തെങ്കിലും എടാ ഓട് ജസ്റ്റ് ഇപ്പൊ ചത്തനെ. ഒന്ന് സ്പീഡ് കൊണ്ട് പോയിരുന്നെങ്കിൽ നമ്മൾ ചത്തുപോയനെ. ഇതേതാ വഴി? അയ്യോ അത്തള്ള ഈ വഴി വന്നു കഴിഞ്ഞാൽ പോവാൻ വേണ്ടി അത്തള്ള ഈ വഴി വരുള്ളൂ. അതെ നൈസായിട്ട് ഈ നമുക്ക് ഇനി അപ്പുറത്തേക്ക് പോകാൻ സീനില്ല. പക്ഷെ ആ മണിയടിക്കുമ്പോൾ ആ തള്ള വീണ്ടും ഇങ്ങോട്ട് വരും. അതാണ് ഒരു ശോകം. ഓടറാ. നമുക്ക് ഈ വഴി കൂടി നോക്കാം ഗൈസ്. ഈ വഴി കൂടി ഈ തള്ള ഇനി പോയിട്ട് നമുക്ക് ബാക്കി ബുദ്ധി കണ്ടാ പന്നക്കളായി. എടാ ഞാൻ അവിടെ നിന്ന് ഇറങ്ങുമെന്ന് മനസ്സിലായപ്പോ അവിടെ മറ്റേ സാധനം ഇട്ടാ. നമുക്ക് എന്തായാലും ഇത് കുടുങ്ങിയാലും കുഴപ്പമില്ല. നമുക്ക് നൈസായിട്ട് റിമൂവ് ആവാം. കിട്ടിയ ലോക്കായോ ഇല്ലടാ. അയ്യേ ഇത് വർക്കാവാത്തേന്ന്.
വർക്ക് കണ്ട്രാ തള്ള അവിടെ ഒളിച്ചിപ്പണ്ടായി ഗീസ്. അങ്ങനെ ഗീസ് ഒരു ന്യൂ ഡേ. ഇത് വീണ്ടും തിറക്കണം ഞാൻ ഇനി. എടാ ഇതിനകത്തോ അയ്യോ ഇനി ആ വെപ്പൺ കേക്ക് രണ്ടാമത് കണ്ടുപിടിക്കണമില്ല മാങ്ങ. അതവിടെ ഇപ്പം ഉണ്ടാവൂലേ, പോയി നോക്കാം ഗീസ്. എന്തായാലും അവിടെ കിടക്കേണ്ടതാണ്. ഈ നമുക്ക് ഇവിടെ കിടപ്പുണ്ട്. എടുത്തോ വെപ്പൺ കീ എടുക്ക്. ഗീസ് നമ്മൾ ലാസ്റ്റ് ഡേ ആണ് ഇനി കളിക്കാൻ പോണത്. ഇതും കൂടി ചത്ത് കഴിഞ്ഞാൽ ഗീസ് എനിക്കൊന്നും പറയാനില്ല. നമുക്ക് എന്തെങ്കിലും കളിച്ചു നോക്കാം. നമുക്ക് എന്തെങ്കിലും ഗീസ് ഫസ്റ്റ് തന്നെ ഉണ്ടല്ലോ ആ വെപ്പങ്കി കണ്ട സ്ഥലം നോക്കാം ഗീസ്. ഫസ്റ്റ് ഗ്രാനിയുടെ ആ വീട്ടിലേക്ക് പോയിട്ട് ഗ്രാനിൻ്റെ വീട്ടിൽ തന്നെ ഇപ്പം എനിവേ നമ്മുടെ ഗ്രാനിൻ്റെ സ്ഥലത്തേക്ക് പോയിട്ട് നമുക്ക് ആ വെപ്പൺ കീയുടെ തുറക്കേണ്ട പരിപാടിയോ എവിടെയാ നോക്കുക. പൊക്കത്തല്ല അവിടെ ഇവള് പുറകെ വന്ന് വേൾപ്പിക്കണില്ല മാങ്ങ. എന്തായാലും സിലിണ്ടറിന് ഈ ഭാഗത്തേക്ക് വന്ന സ്ഥിതിക്ക് നമുക്ക് അങ്ങോട്ട് പോയിട്ട് നമ്മുടെ വെപ്പൺ കീയും കൂടി എടുത്തോണ്ട് വരാം ഗീസ്. മിക്കവാറും ഗീസ് വെപ്പൺ കീ കൈ കിട്ടി കഴിയുമ്പോൾ ഞാൻ എന്തായാലും ചാവും. ഞാൻ എവിടെ വെച്ച് നേരത്തെ ചത്തത്. അയ്യോ ആ വെപ്പൺ കീ അതെ ഇവിടെ കിടക്കും ഗീസ്. ആ വെപ്പൺ കീയുടെ മുന്നേ കൂടി പോയിട്ട് ഞാൻ കണ്ടില്ല എന്നൊക്കെ പറയുമ്പോൾ നാക്കിടല്ലേ. അത് ഇവിടെയൊക്കെ കൊണ്ടുവന്ന് വഴി വെച്ച് കഴിഞ്ഞാൽ ആര് കാണാനാണ്? ആരും ഉണ്ടാവല്ലേ. മറ്റേ സിലിണ്ടറിന് അയ്യോ പോയി പൊക്കത്തേക്ക് വിട്ടു. നീസായിട്ട് പൊക്കത്താണ് ആ സ്ഥലം. ഊട്ടറ പൊക്കൊരു റൂമിൽ കയറി വിളിച്ചിരുന്നോ? അരമണിക്കൂർ വെയിറ്റ് ചെയ്ത് നോക്കാൻ കിട്ടും. അല്ലെങ്കിൽ ഗ്രാനിത്തള്ള വന്ന് എന്നെ കൊല്ലം എനിക്ക് 100% ഉറപ്പാണ്. നൈസായിട്ട് ഈ റൂമിൽ നിന്ന് നമുക്ക് വേറെ റൂമിലേക്ക് പോയിട്ട് ആ വെപ്പൺ കീ എടുക്കണം. എന്നിട്ട് നമ്മുടെ ഗ്രാനീനെ പിന്നെ കളവനെ പോകാൻ കടത്തണം ഗീസ്. നൈസായിട്ട് നമുക്കൊന്ന് ഡോറ് എടാ അത് ഇല്ല. ആ റൂമിലേക്ക് പോയി. ആ റൂമിൽ തന്നെയാണ് ഈ സംഭവം ഇരിക്കണത്. ഓടി വന്ന് കട്ടിൽ വിളിച്ചിരിക്കാം ഗീസ്. ആ തള്ള ഇനി അടിയിലേക്ക് പോയിട്ടേ പരിപാടികളൊക്കെ നടക്കുള്ളൂ ഗീസ്. നൈസായിട്ട് ഇതിന്റെ പൊക്കത്തും കൂടി നമുക്ക് ഓടിക്കേറിയല്ലേ ഗീസ്. വന്നേ തിരുവോണം വന്നേ. അയ്യോ ഊട്ടറ ഒളിച്ചിരി. ഇതെവിടേക്ക് എത്തിനെ? ചത്തേ തിരുവോണം വന്നേ. വാങ്ങ ലാസ്റ്റ് ടൈം കഴിഞ്ഞ ഗീസ്. നമുക്കപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ആക്കിയാലോ. അപ്പം എന്തായാലും ഗീസ് ഈ എൻഡിങ്ങും കൂടി കഴിഞ്ഞിട്ട് ഹായ് ബ്രോ. ഹായ് ചേച്ചിയല്ലേ കിളവൻ. എടോ തേടാ ബോംബൊക്കെ ഇരുന്ന് ഇവിടെ നിന്ന് എന്നെ പൊട്ടിട്ട് കൊല്ലാനെ ചാവുപ്പ. കിളവൻ്റെ മാസം നോക്കിയേ. എൻ്റെ മോനെ മാസം കണ്ട. കിളവന എടാ നോക്കിയേ. എൻ്റെ മോനെ തഗ് ലൈഫ് കണ്ണാടിയൊക്കെ വെച്ച് കിളവൻ പവറായല്ല ദൈവമേ. ഞാൻ പൊട്ടന് പോയി. എടാ അയാള് മാസം കിട്ടാ. കൊന്നത് ഗ്രാനി, മാസം ഇട്ടത് അയാള്. നമ്മൾ അതിൽ അയാളെ കണ്ടത് പോലുമില്ല ഗീസ്. എന്നിട്ട് മാസം ഇട്ടത് അയാളും, കൊന്നത് ഗ്രാനിയുടെ ക്രെഡിറ്റ് മുഴുവൻ അയാൾക്ക് കിട്ടി. സോ ഗൈസ് അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എനിക്കറിയാം ഗീസ് ചെറിയൊരു വീഡിയോയിൽ പോയി. അപ്പോൾ എന്തായാലും ഗീസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമുക്ക് ഇനിയും ഇതുപോലത്തെ ഫണ്ണി ഗെയിം പ്ലേ ആയിട്ട് വീണ്ടും വരാം ഗീസ്. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കിയൊക്കെ അടുത്ത വീഡിയോ ചർച്ച ചെയ്യാം. ബൈ.